കല്യാണം ഉറപ്പിച്ച പെണ്ണുങ്ങളുടെ മിഠായി കൊതിയും ഐഫോൺ കൊതിയുമാണ് ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയം. ഇത് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും നടക്കുന്ന ഒരു ആചാരമാണോ, അതോ മലബാർ ഏരിയയിൽ മാത്രം നടക്കുന്ന ആചാരമാണോ, അതോ ഇനി മുസ്ലിംസിനിടയിൽ മാത്രം നടക്കുന്ന ആചാരമാണോ എന്ന് അറിയില്ല. എന്തായാലും പരാതി ഇതാണ്. ഇപ്പൊ കല്യാണം ഉറപ്പിച്ചാൽ ചെക്കൻ പെണ്ണിന് ഒരു ഐഫോൺ കൊടുക്കണമത്രേ. അത് എന്തായാലും നിർബന്ധമാണത്രേ. അത് മാത്രമല്ല, പെണ്ണിന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ തിന്നാൻ മല പോലെ ചോക്ലേറ്റ്സും കൊടുക്കണമത്രേ. മാത്രമല്ല, അങ്ങനെ കണ്ട ആപ്പ ഉപ്പ ചോക്ലേറ്റ്സ് ഒന്നും പോരാ, ഫെറേറോ റോഷയൊക്കെയാണത്രേ ഏറ്റവും കുറഞ്ഞത് കൊടുക്കേണ്ടത്. ഇങ്ങനെ കൊടുക്കുന്നത് ഒരു ആചാരമായി മാറുന്നതിൽ ഒരു കൂട്ടർ വലിയ അമർഷത്തിലാണ്. സ്വാഭാവികമായും അത് കെട്ടാൻ പ്രായമായ ആണുങ്ങളും അവരുടെ ബന്ധുക്കളുമാകും. ഇങ്ങനെ അമർഷം പ്രകടിപ്പിക്കുന്ന ഒരു റീൽ ഞാൻ ഈ അടുത്ത് കണ്ടു. അമർഷം പ്രകടിപ്പിക്കുന്ന പോസ്റ്റുകളും ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് ആ റീൽ ഒന്ന് നോക്കാം. ഈ ഒരു കാര്യം പറയുമ്പോൾ മിക്ക പെൺമക്കൾക്കും എന്നോട് ദേഷ്യം തോന്നുന്നു, ഡെഫിനറ്റ്ലി. ബട്ട് എനിക്കിത് പറയണം. ഞാനൊരു സ്റ്റോറി അറിയാം. ഏതോ ഒരു ചെക്കൻ റിച്ച് ആയിരിക്കും, അവന്റെ പെണ്ണിനെ നോക്കാൻ വരുമ്പോൾ ഒരു ഐഫോൺ കൊണ്ടുവന്നു. അതിനുശേഷം എല്ലാവർക്കും അവന്റെ ചെക്കന്റെ കയ്യിൽ പൈസ ഉണ്ടോ, പൈസ ഇല്ല, അവന് കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ അവന് തിന്നാതിരുന്നിട്ടോ എന്തെങ്കിലും എൻഗേജ്മെന്റ് അല്ലെങ്കിൽ നോക്കാൻ വരുമ്പോൾ ഐഫോൺ കൊണ്ടുവരണം. അതാണ് ഡിമാൻഡ്. അത് കൊണ്ടുവന്നില്ലെങ്കിൽ ഒരു സൊസൈറ്റി മൊത്തം വരെയിട്ടും അവനിൽ അത്രക്ക് പൈസ ഇല്ലേ, ഒരു ഐഫോൺ കൊണ്ടുവന്നിട്ടേ, ഒരു ഐഫോൺ കൊണ്ടുവന്നതിന് ലേറ്റസ്റ്റ് വേർഷൻ ഒക്കെ പറയും. ആൻഡ് പെണ്ണിന്റെ മുഖം ഐഫോൺ കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ പെണ്ണിന്റെ മുഖം ഭയങ്കര ഗ്ലോയിങ് ആണ്. ആൻഡ് ഐഫോൺ കൊണ്ടുവന്നിട്ടാന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. പിന്നെ മൂടില്ല. പിന്നെ വിചാരിക്കുന്ന എന്റെ ചെക്കൻ ഒന്നിനും കൊള്ളാത്തവൻ ഐഫോൺ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ട് എങ്ങനെ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ മുഖം നോക്കും? ആ ഫോണിന്റെ പൈസ കൊണ്ട് അവൻ എന്തെല്ലാം ചെയ്യാം? ഒരു ഐഫോൺ 1 ലക്ഷം ചിന്തിച്ചൊക്കെ 1 ലക്ഷം കൊണ്ട് എന്തൊക്കെ ചെയ്യാം? മിക്ക ആണുങ്ങൾക്ക് ഇഷ്ടമില്ല. നമുക്ക് ഈ ആചാരത്തിന് പുറകിലെ റൂട്ട് കോസ് ഒന്ന് ചെകഞ്ഞു നോക്കിയാലോ. ഐഫോൺ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ ആണ്. നമ്മുടെ 2K കിഡ്സിന്റെ ഇടയിൽ പ്രത്യേകിച്ചും ഇത്തരം സ്റ്റാറ്റസ് സിമ്പിളുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെയാണ് വില കൂടിയ ചോക്ലേറ്റ്സും. നമ്മൾ സാധാരണക്കാർക്കിടയിലെ വമ്പൻ ചോക്ലേറ്റ് തന്നെയാണ് ഫെറേറോ റോഷെ. അപ്പൊ ഇത് രണ്ടും സ്റ്റാറ്റസ് സിമ്പിൾ ആണ്. കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ ഐഫോൺ തന്നു, ഫെറേറോ റോഷെ നാട്ടുകാർക്ക് തിന്നാൻ മല പോലെ വാങ്ങി തന്നു. ഇതൊക്കെ പെണ്ണിനും പെണ്ണുവീട്ടുകാർക്കും ഒരു അഭിമാനമാണ്. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് 100 പവനും കാറും കിട്ടിയെന്ന് പറയുന്നത് ആണിനും വീട്ടുകാർക്കും അഭിമാനമാകുന്ന പോലെ തന്നെ. അപ്പൊ ആ വലിപ്പം കാണിക്കാനാണ് ഈ ഐഫോണും ചോക്ലേറ്റ്സും. ഫെറേറോ റോഷയ്ക്ക് പകരം സാധാരണ ചോക്ലേറ്റ്സ് കൊടുത്താൽ ഐഫോൺ കൊടുത്തില്ലെങ്കിലൊക്കെ നാണക്കേടാകുന്നതും ഈ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടാണ്. അപ്പൊ ഈ ഒരു മൈൻഡ് സെറ്റ് പാവപ്പെട്ടവർക്ക് പ്രശ്നമാകാതിരിക്കാൻ എന്ത് ചെയ്യണം? അത്യാവശ്യം പക്വതയായിട്ട് വീട്ടിലെ പെൺകുട്ടികളുടെ കല്യാണത്തെ പറ്റി ചിന്തിക്കണം. 18-19 വയസ്സിലൊക്കെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഐഫോണൊക്കെ ഒരു സംഭവമായി തോന്നിയേക്കാം. എന്നാൽ പഠിച്ചോ അല്ലാതെയോ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു സമയവും സപ്പോർട്ടും അവർക്ക് കൊടുത്താൽ ഇതൊക്കെ സ്വന്തം വാങ്ങാവുന്നതേ ഉള്ളൂ. ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നൊരു ബോധം വരും. ഇനി വേറൊരു കാര്യമുണ്ട്. ആണാണ് പ്രൊവൈഡർ, അപ്പൊ ആണിന്റെ പർച്ചേസിംഗ് പവറാണ് അവന്റെ അപ്പീൽ കൂട്ടുന്നത് എന്നൊരു പാട്രിയാർക്കൽ സെറ്റപ്പ് ഉണ്ടല്ലോ. അതിന്റെ ഒരു മോഡേൺ വേർഷൻ ആണിത്. വലിയ വലിയ എക്സ്പെൻസീവ് സമ്മാനങ്ങൾ കൊടുത്ത് ഇണയെ സ്വന്തമാക്കുക ആണിന്റെ ജോലിയാണ്. അപ്പോൾ ഒരു ഐഫോൺ പോലും വാങ്ങാൻ ഗതിയില്ലാത്തവന്റെ കൂടെ പോയാൽ ഭാവി ജീവിതം ദുരിതം പിടിച്ചതായിരിക്കുമെന്ന സിഗ്നലിൽ നിന്നായിരിക്കും ഈ ഒരു ആചാരം ഇങ്ങനെ തന്നെ നിലനിർത്താൻ ആളുകൾ ഇഷ്ടപ്പെടുന്നത്. ഒരു ഐഫോൺ പോലും വാങ്ങാൻ ഗതിയില്ലാത്ത നീ എന്തിനാ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് നീ പിന്നീട് എങ്ങനെ കുടുംബം നോക്കും? ഇത്തരം വീഡിയോകളുടെ കമന്റ് സെക്ഷനിലും കാണാം ഇത്തരം കമന്റ്സ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങളും ഈ ഒരു മൈൻഡ് സെറ്റിലുള്ള ആളാണെങ്കിൽ, അതായത് ഞാനാണ് പ്രൊവൈഡർ, എന്നെ അനുസരിച്ച് ഭാര്യ ജീവിക്കണം, എനിക്ക് കുക്ക് ചെയ്ത് തന്ന് എന്നെ പരിപാലിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളാണെങ്കിൽ ഇങ്ങനെയൊക്കെ സമ്മാനങ്ങൾ വാരിക്കോരി കൊടുത്ത് തന്നെ പെണ്ണ് കിട്ടേണ്ടി വരും. അതല്ല ഈക്വാലിറ്റിയുടെ ആളാണ് നിങ്ങളെങ്കിൽ ഈ പറയുന്ന നിർബന്ധിത സമ്മാനങ്ങളൊക്കെ തെറ്റാണ്, കുറച്ചുകൂടി മെച്യൂരിറ്റിയുള്ള പെണ്ണിനെയാണ് വേണ്ടത് എന്നൊക്കെ പറയാനുള്ള എല്ലാ റൈറ്റ്സും നിങ്ങൾക്കുണ്ട്. ഇത് തന്നെയാണ് ഇതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്ന ആൺവീട്ടുകാരോട് പറയാനുള്ളത്. കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണ് വീട്ടിൽ അടങ്ങിയിരുന്ന് വീട്ടുപണികളൊക്കെ ചെയ്ത് ജീവിക്കണം എന്ന് കരുതുന്ന അമ്മായിമ്മമാരൊക്കെ ഇതുകൂടി ചിന്തിക്കുക. വീട്ടിലിരിക്കുന്ന പെണ്ണിന് ഹസ്ബൻഡ് അല്ലാതെ ആരാണ് ഇത്തരം ആഗ്രഹങ്ങൾ നിറവേറ്റുക? അപ്പൊ ഇതൊക്കെ നിറവേറപ്പെടാനുള്ള സാധ്യതയുണ്ടോ എന്ന് നോക്കണമല്ലോ. ഇനി വേറൊരു കാര്യം കൂടി പറയാം. മിഠായിയും ഐഫോണും ഒന്നുമല്ല നോക്കേണ്ടത്, മനപ്പൊരുത്തം, ചെക്കന്റെ സ്വഭാവം, ഇതൊക്കെയാണ് നോക്കേണ്ടത്. ഭാവി ജീവിതത്തിന് ഇതൊക്കെയാണ് ആവശ്യം എന്നൊക്കെ ഇത്തരം വീഡിയോസിന്റെ അടിയിൽ കുറച്ച് പ്രായം ചെന്നവർ കമന്റ് ഇടുന്നത് കണ്ടു. നല്ല കാര്യം. പക്ഷെ ഇങ്ങനെയുള്ളവർ ഒരു കാര്യം കൂടി പറഞ്ഞു തരണം. പെണ്ണ് കാണാൻ വന്ന ചെക്കനെ നോക്കി 5 മിനിറ്റ് കൊണ്ട് ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുക? നിങ്ങളൊക്കെ പ്രണയ വിവാഹങ്ങൾക്കൊക്കെ എതിരാണല്ലോ. പക്ഷെ 5 മിനിറ്റ് കൊണ്ട് പരസ്പരം അസസ് ചെയ്യാൻ പറ്റുന്നത് 1 സൗന്ദര്യം, 2 സാമ്പത്തിക ശേഷിയാണ്. അപ്പൊ ഇത് രണ്ടും മാത്രം അളക്കാൻ പറ്റുന്ന വിവാഹങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം സ്വർണം, പണം, ഐഫോൺ ഒക്കെ ചോദിക്കുന്നത് സ്വാഭാവികമാണല്ലോ. അതായത് ഇത്തരം കൊടുക്കൽ വാങ്ങലുകൾ നിലനിർത്തുന്ന സാമൂഹിക സാഹചര്യം മാറ്റാൻ നിങ്ങൾ തയ്യാറല്ല. അതൊന്നും മാറ്റുന്നത് നിങ്ങൾക്ക് ഇഷ്ടവുമല്ല. പക്ഷെ സ്വന്തം പോക്കറ്റ് കീറുന്ന ആ സാമൂഹിക സ്ഥിതിയുടെ ഒരു ബൈ പ്രോഡക്റ്റിനെ നിങ്ങൾ ഒന്നും നോക്കാതെ എതിർക്കുകയും ചെയ്യും. അതെങ്ങനെ ശരിയാകും? നമ്മൾ റൂട്ട് കോസ് ആണല്ലോ നോക്കേണ്ടത്, അതിന്റെ കാരണങ്ങളെയല്ലേ മാറ്റാൻ ശ്രമിക്കേണ്ടത്. പക്ഷെ അത് മാറ്റാൻ നമുക്ക് ഇഷ്ടമല്ല. പകരം ഇങ്ങനത്തെ കുറെ ആചാരങ്ങളെ കുറ്റം പറഞ്ഞിരിക്കും. അപ്പൊ എന്താണ് ഈ ഒരു ചെക്കൻ വീട്ടുകാരുടെ പരാതിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.